നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ ചർച്ചാ വിഷയങ്ങളുടെ തലങ്ങൾ മാറുന്നു, ചർച്ചാ രീതികൾ മാറുന്നു, വിഷയങ്ങളുടെ ധ്വനിയും വിഷയങ്ങളുടെ രീതിയും ഒക്കെ മാറുന്നു. തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. 17-ാം തീയതി ബൂത്തിലേക്ക് വോട്ട് ചെയ്യുവാൻ വരുന്ന വോട്ടർമാരുടെ ഹൃദയത്തിലേക്ക് സ്ഥാനാർത്ഥിയെയും പാർട്ടിയെയും പതിപ്പിച്ചു വെക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ പുറത്ത് ചെറുതും വലുതുമായ വിഷയങ്ങളെല്ലാം ചർച്ചാധാരയിലേക്ക് കൊണ്ടുവരികയാണ് മൂന്ന് പാർട്ടിയും ആസൂത്രണം. PV അൻവറിനെ സംബന്ധിച്ച നിലമ്പൂരിൽ നിലയുറച്ചു നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് തന്നെ അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നേട്ടം നിലമ്പൂരിൽ ഉണ്ടാക്കിയേ മതിയാവും. കോൺഗ്രസിന് 2016-ലും 2021-ലുമൊക്കെ നിരന്തരമായി പരാജയപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു പൊന്നാപുരം കോട്ട തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശമുണ്ട്. ഇടതുപക്ഷത്തിനാകട്ടെ ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ആത്മാഭിമാനത്തോടുകൂടി 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുമൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകും. അതുകൊണ്ട് അരയും തലയും ഒക്കെ മുറുക്കി കൂട്ടത്തിലെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ മുൻനിരയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് പോരാടുവാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ UDF-നെതിരെ പയറ്റുവാൻ കഴിയുന്ന ഒരു ആയുധം ലഭിച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കോൺഗ്രസ് സ്വീകരിക്കുമോ എന്ന ചോദ്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യം. നിലമ്പൂരിലെ വിജയത്തിൽ മതേതര പ്രസ്ഥാനമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെ മതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടി കേഴുക എന്ന ചോദ്യം ഇടതുപക്ഷം ഉന്നയിക്കുന്നു. അതിനെ പലതരത്തിൽ പല രീതിയിൽ കോൺഗ്രസ് എതിർത്ത് നിൽക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം മുറുകവേ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം പ്രചരണായുധമാക്കാൻ LDF തീരുമാനിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്ന പരമ്പരാഗത സുന്നി വോട്ടുകളെ അനുകൂലമാക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രചരണത്തിലേക്ക് കടക്കാൻ LDF ആലോചിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. ഒരു കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ കടുത്ത വിമർശകനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ പുത്രനെയാണ് ജമാഅത്തയുടെ രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചത്. ഇത് രാഷ്ട്രീയമായി തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാമെന്ന ചിന്തയിലാണ് ഇടതു മുന്നണി. തിങ്കളാഴ്ച നിലമ്പൂരിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പാർട്ടിയുടെ പിന്തുണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. LDF സർക്കാരിന്റെ കീഴിൽ മലപ്പുറം ജില്ലയെ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ഒരു രഹസ്യ അജണ്ടയുണ്ട്. ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പോലും അത്തരമൊരു പ്രസ്താവന നടത്തി. അതുകൊണ്ടാണ് ഞങ്ങൾ UDF-നെ പിന്തുണയ്ക്കുവാൻ തീരുമാനിച്ചത് എന്ന ഒരു അഭിപ്രായം അവർ മുൻപോട്ട് വയ്ക്കുന്നു. 2019 മുതൽ UDF-നെ പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി നേതാവ് നിലപാട് വ്യക്തമാക്കുന്നു. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി തങ്ങളെ UDF-ന്റെ അസോസിയേറ്റ് അംഗമാക്കുന്നത് ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും അത്തരം ഉറപ്പൊന്നും ലഭിക്കാതെയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത്. നേരത്തെ VS ജോയിയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുകയും ആര്യാടൻ ഷൗക്കത്തിന് പകരം അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിക്ക് പുറമെ PV അൻവറും ജോയിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ആര്യാടൻ ഷൗക്കത്തിനോട് നേരത്തെ തന്നെ വിയോജിപ്പുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. ആര്യാടൻ മുഹമ്മദിന് ഒരു കാലത്ത് അവരോടുള്ള ഒരു എതിർപ്പ് മകനോടും തുടരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം മറുവശത്ത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ PDP ഇടതുമുന്നണിക്ക് പിന്തുണ നൽകും. മുൻകാലങ്ങളിലായി നൽകി വന്ന പിന്തുണ തുടരുമെന്ന് PDP വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. രാജ്യത്തിന്റെ മഹാവിപത്തായ വർഗീയ ഫാസിസത്തിനെതിരെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാട് എക്കാലവും സ്വീകരിച്ചു വരുന്ന ഇടതുമുന്നണിക്കൊപ്പമാണ് ആശയപരമായി കൂടുതൽ ചേർന്ന് നിൽക്കാൻ PDPക്ക് കഴിയുന്നത്. ആ നിലപാട് കൊണ്ടാണ് കേരളത്തിൽ വർഗീയ ഫാസിസം പിന്തള്ളപ്പെടുന്നത്. മണ്ഡലത്തിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടതുമുന്നണിയോടൊപ്പം PDP ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം. നിലമ്പൂർ മണ്ഡലത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കാര്യമായ പ്രവർത്തനവുമായി മുൻപോട്ട് പോകും. വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ജനാധിപത്യ കേരളത്തിന് അപമാനമാണ്. പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനത്ത് വികസനത്തിന് കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. സാമൂഹ്യ നീതി ഉറപ്പാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം നിലമ്പൂരിൽ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. M സ്വരാജിനായി LDF P രാജീവ്,
വി ശിവൻകുട്ടി, റോഷി അഗസ്റ്റൻ തുടങ്ങിയ 10ഓളം മന്ത്രിമാരെ ഇറക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, UDF കൺവീനർ അടൂർ പ്രകാശ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീണ്ട നിരയെ ഇറക്കിയാണ് UDFന്റെ പ്രചരണം. BJP സ്ഥാനാർത്ഥി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പര്യടനം നടത്തുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മലപ്പുറത്ത് ചേർന്നു. നേതാക്കളെല്ലാം നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചതിനാൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേർന്നത്. മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തു. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. വഴിക്കടവ് അപകടം സംബന്ധിച്ച് മന്ത്രി AK ശശീന്ദ്രന്റെ പരാമർശം തിരിച്ചടിയായെന്നും മുന്നണി വിലയിരുത്തുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDFന് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തലക്കൽ ഭരണവിരുദ്ധ വികാരത്തെയും ഒപ്പം വനം വകുപ്പിനെതിരെയും ഒക്കെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടിയുമായി UDF രംഗത്തെത്തുമ്പോൾ UDFനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഇവിടെ ഉപയോഗിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ SDP-യുടെ പിന്തുണയായിരുന്നു ഇടതുപക്ഷം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ പാലക്കാട്ടെ പോലെ തന്നെയുള്ള ഒരു മറുപടി UDF ഈ വിഷയത്തിൽ നൽകുമോ? അതല്ല, പൊന്നാപുരം കോട്ടയിൽ നിന്ന് ഇടതുപക്ഷം അങ്ങനെ ചെങ്കോട്ടയാക്കി മാറ്റിയപ്പോൾ ആ നിലമ്പൂരിനെ അങ്ങനെ തന്നെ നിലനിർത്തുവാൻ ആരെയും തലയും മുറുക്കി സ്വരാജ് എന്ന പടനായകനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷം കളത്തിലിറങ്ങുമ്പോൾ അത് അങ്ങനെ തന്നെ തുടരുമോ എന്നുള്ളതും കണ്ടറിയണം. ഇതിൻ്റെ എല്ലാം പ്രധാന ബിന്ദുവായി പ്രവർത്തിക്കുന്നത് PV അൻവർ തന്നെയാണ്. അദ്ദേഹം പിടിച്ചുമാറ്റുന്ന വോട്ട്, ആരുടെ പിടിച്ചുമാറ്റുന്ന വോട്ട് എത്ര എന്നതടക്കമായിരിക്കും നിലമ്പൂരിലെ വിജയപരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയായി മാറാൻ പോകുന്നത്.